ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഇത്തവണ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നാണ് ഉദ്ഘാടന പരിപാടി. 11 കൊല്ലങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല പെരുന്നയിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. NSS മാനേജ്മെൻറ്റുമായും NSS ജനറൽ സെക്രട്ടറിയുമായും ചില അസ്വാരസ്യങ്ങൾ ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ച് മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല ഇന്ന് എത്തുകയാണ് പെരുന്നയിൽ നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എപ്പോഴാണ് യോഗം? എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അങ്ങനെ വേണം SKN കരുതാൻ. ഏകദേശം 11 വർഷം നീണ്ട ആ ഒരു അകൽച്ചയ്ക്കാണ് ഇന്ന് സമാപനമാകുന്നത്. എന്തായാലും ആ ഒരു പ്രശ്നം രമേശ് ചെന്നിത്തലയും NSS തമ്മിലുള്ള, സുകുമാരൻ നായരും തമ്മിലുള്ള ആ ഒരു അകൽച്ച അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു മന്നം ജയന്തി സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. ആദ്യം ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനാണ് ക്ഷണിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് ഉദ്ഘാടനമായി മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചയായ ഒരു വിഷയമാണ്. ഇപ്പോഴും അത് ചർച്ചയായി തുടരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾക്ക് ആ ഒരു തീരുമാനം വഴിവെച്ചു എന്നുള്ളത് തന്നെയാണ്. വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രമേശ് ചെന്നിത്തല ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ താക്കോൽ സ്ഥാനത്തേക്ക് 11 വർഷങ്ങൾക്ക് മുമ്പ് താക്കോൽ സ്ഥാനത്തേക്ക് ഒരു രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന് സുകുമാരൻ നായർ നടത്തിയ ആ ഒരു പ്രസ്താവനയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ച. അതിനെ തുടർന്ന് രമേശ് ചെന്നിത്തല അതിനെ എതിർക്കുന്നു. അങ്ങനെയാണ് ഒരു അകൽച്ചയുണ്ടായത്. അതിനുശേഷം ഈ മന്നം ജയന്തി നടക്കുമ്പോൾ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങുന്നതല്ലാതെ പൊതുസമ്മേളനങ്ങളിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്, ആ ഒരു സമയത്ത് ചെന്നിത്തലയെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെന്നിത്തലയ്ക്ക് കൂടുതൽ ശക്തി ഈ കോൺഗ്രസിനുള്ളിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു. ഒപ്പം തന്നെ സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു ശക്തി കേന്ദ്രമായി ചെന്നിത്തല വീണ്ടും സജീവമായി തന്നെ വരുന്നു. അതേ തുടർന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ എത്തുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ ഈ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഓരോരുത്തരായി എത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചടങ്ങിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ ഒരു മുൻതൂക്കം രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതോടുകൂടി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ ശക്തനാകും രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. പെരുന്നയിൽ ഈ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ചെന്നിത്തല മണിച്ചേട്ടൻ്റെ അടുത്തയാളായി പെരുന്നയിൽ എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകർക്ക് സംശയിക്കുന്നത് ആരാണെന്ന്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ വാത്സല്യത്തോടെ ആളുകൾ വിളിക്കുന്ന പേരാണത്.